Assalamu alaikum wa rahmatullahi wa barakatuh. Imagine that you are in a historian. നിങ്ങളൊരു ചരിത്രകാരനാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് കൃഷി സ്വതന്ത്ര ഇന്ത്യയിൽ വ്യാപിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാണ്. ജെയിംസ് മിൽ ഇന്ത്യൻ ചരിത്രത്തെ 3 വിഭാഗമാക്കി തിരിച്ചു: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ശരിയാണോ? ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒരു രാജ്യത്തെ ചിന്ത മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നത് ശരിയാണോ? ശരിയല്ലല്ലോ അല്ലേ? ബ്രിട്ടീഷ് ചിന്തയുടെ സർവേകൾ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ഉപകാരം ചെയ്തു. അതുപോലെ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കാലഗണനയും ജെയിംസ് മില്ലിൻ്റെ സംഭാവനകളും. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചത് എന്ന്, അതെന്തുകൊണ്ട് സൂക്ഷിച്ചു? പഴയ പത്രങ്ങളിൽ നിന്ന് ഹിസ്റ്റോറിയൻസിന് എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നത്? ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ ഉള്ളത്. How, when and where. How important are dates? There was a time when historians were fascinated with dates. There were heated debates about the dates on which rulers were crowned or battles were fought. ചരിത്രകാരന്മാർക്കിടയിൽ വലിയ വിവാദങ്ങൾ നടക്കും ഓരോ സംഭവങ്ങളുടെ ഡേറ്റുകളെ പറ്റി. ചില കുട്ടികൾ ഡേറ്റ് മാത്രം പഠിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ട് പറയും, ഐ ഫൈൻഡ് ഹിസ്റ്ററി ബോറിങ്. ചരിത്രം വളരെ ബോറാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആൾ അബൌട്ട് മെമ്മറൈസിങ് ഡേറ്റ്സ്. ഒക്കെ ഡേറ്റുകൾ ഓർമ്മിക്കലാണ് അതിൽ എന്ന് പറയും. ഹിസ്റ്ററി ഈസ് certainly about changes that occur over time. It is about finding out how things were in the past and how things have changed. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഓരോ മാറ്റങ്ങൾ നടന്ന ഡേറ്റുകൾ മനസ്സിലാക്കലും എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കലുമാണ്. ആ വലിയ വലിയ മാറ്റങ്ങളുടെ മുമ്പ് ശേഷം എന്ന രൂപത്തിൽ ഹിസ്റ്ററിയെ വിഭജിക്കപ്പെടും. Living in the world, we not always ask historical questions about what we see around us. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഇതിനെപ്പറ്റി ചരിത്രപരമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. നമ്മൾ സാധാരണ ചോദിക്കാറില്ല. We take things for granted as if what we see has always been in the world we inhabit. But most of us have our moments of wonder when we are curious and we ask questions that actually are historical. നമ്മൾ സിമ്പിളായി കാണുന്ന ചായ കുടിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്നാണ് ചായ കുടി തുടങ്ങിയത്? അതൊരു ഹിസ്റ്റോറിക്കൽ ചോദ്യമായി മാറി. നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പോൾ ട്രെയിൻ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്ന് മുതലാണ് ട്രെയിൻ സഞ്ചാരം തുടങ്ങിയത്? അപ്പം അതൊരു ഹിസ്റ്റോറിക്കൽ ചോദ്യമായി മാറി. നമ്മളൊരു പത്രം വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, ഈ പത്രം വരുന്നതിന് മുമ്പ് ആളുകൾ എന്ത് ചെയ്തിരുന്നു? അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ചോദ്യമായിട്ട് മാറി. All such historical questions refer us back to notions of time. ഇത് നമ്മളെ ചരിത്രത്തിൻ്റെ ബാക്കിലുള്ള സമയത്തിലേക്ക് കൊണ്ടുപോകുന്നു. But time does not have to be always precisely dated in terms of particular year or a month. Sometimes it is actually incorrect or to fix precise dates to process that happen over a period of time. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു കൃത്യം ഡേറ്റിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ പോലെ ഒരു കൃത്യം ഡേറ്റിന് സമയത്ത് ചായ കുടി തുടങ്ങി, ന്യൂസ് പേപ്പർ വായന തുടങ്ങി, റെയിൽവേ സ്റ്റാർട്ട് ചെയ്തു എന്നൊന്നും പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. എങ്കിലും ഒരു നിശ്ചിതമായ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഇതൊക്കെ വികസിച്ച് വന്നത്, ഒരു സ്ട്രെച്ച് ഓഫ് ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. Why then do we continue to associate history with a string of dates? പിന്നെ എന്താണ് നമ്മളിങ്ങനെ ചരിത്രത്തെ ഡേറ്റുകളുടെ, തീയതികളുടെ ചിരടിൽ കെട്ടിവെച്ചിരിക്കുന്നത്? This association has a reason. അതിനൊരു കാരണമുണ്ട്. There was a time when history was
an account of battles and big events. ചരിത്രം എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു മുമ്പ്, കുറേ വലിയ വലിയ സംഭവങ്ങളുടെ. അപ്പോൾ ആ യുദ്ധം നടത്തിയ ഭരണാധികാരി, അയാളുടെ വിവാഹം, അയാളുടെ കുട്ടി ജനിച്ച ദിവസം, അയാളുടെ പ്രത്യേക യുദ്ധത്തിൽ പങ്കെടുത്ത ദിവസം, അയാൾ മരണപ്പെട്ട ദിവസം, അതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി എഴുതി വെക്കപ്പെടുന്നു. അയാൾ ആസനസ്ഥനായ ദിവസം, ഇതൊക്കെ എഴുതി വെക്കപ്പെടുന്നു. ആ ഡേറ്റ് വളരെ പ്രാധാന്യത്തോടു കൂടി അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ഡേറ്റിന് പ്രാധാന്യമുണ്ട്. By what criteria do we choose a set of dates as important? The dates we select, the dates around which we compose our story of the past are not important on their own. ഏതൊക്കെ ഡേറ്റാണ് പ്രാധാന്യമുള്ളത്? ചരിത്ര രചനയിൽ ഏതൊക്കെ ഡേറ്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ആൻ എക്സാമ്പിൾ. ഇൻ ദ ഹിസ്റ്റോറിയസ് റിട്ടൺ ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഹിസ്റ്ററി എഴുതിയ ബ്രിട്ടീഷുകാരുണ്ട്. ദ റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ വാസ് ഇമ്പോർട്ടൻറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഗവർണർ ജനറൽമാരെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. വാറൻ ഹേസ്റ്റിങ്സ്, വൈസ്രോയ്, ലോർഡ് മൗണ്ട് ബാറ്റൺ, അങ്ങനെ കുറേ ആളുകളുണ്ട്. വെല്ലസ്ലി, ഹേസ്റ്റിങ്സ്, വെല്ലസ്ലി, ബെന്റിങ്, ഡൽഹൌസി, കാനിങ്, ലോറൻസ്, ലിറ്റൺ, റിപ്പൺ, കഴ്സൺ, ഹാർഡിങ്, യൂർവിൻ. It was a seemingly never-ending succession of governor generals and viceroys. കുറേ ഗവർണർ ജനറലുകളും വൈസ്രോയികളും ബ്രിട്ടീഷുകാരുടെ പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭരിച്ചു. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ്, അവരുടെ നടപടികൾ, അവരുടെ ആക്ടിവിറ്റീസുകൾ, അവരുടെ നേട്ടങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അതാണ് ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇവരൊക്കെ പ്രാധാന്യമുള്ളവരായി മാറും. Can we not write about the history of this period in a different way? വേണമെങ്കിൽ ഈ ഗവർണർ ജനറൽമാരെ മാറ്റിവെച്ച് നമുക്ക് ഹിസ്റ്ററി എഴുതാം, വേറെ രൂപത്തിൽ എഴുതാം. അതെങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇവിടെയുള്ള ജനവിഭാഗങ്ങൾക്ക് വന്ന എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാം. When we write history or a story, we divide into chapters. നമ്മളൊരു ചരിത്രം എഴുതുമ്പോൾ അതിനെ പല പല ഭാഗങ്ങളാക്കി തിരിക്കുന്നു, പാഠങ്ങളാക്കി. വൈ ഡു വി ഡു ദിസ്? എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇറ്റ് ഈസ് ടു ഗിവ് ഈച്ച് ചാപ്റ്റർ സം കൊഹിറൻസ്. ഒറ്റക്കൊരു പാഠമാകുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടം, അതിലുള്ള ഓരോ പ്രത്യേക കാലഘട്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോന്നിനും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത പാഠങ്ങളാക്കി അതിനെ മാറ്റുന്നത്. അങ്ങനെയാണ് ഗവർണർ ജനറൽമാരുടെ ജീവിതം അതിലേക്ക് കടന്നു വരുന്നത്. വേറെ രൂപത്തിലും ചരിത്രം എഴുതാൻ പറ്റും. ഒക്കെ പ്രാധാന്യമുള്ള ഡേറ്റുകളാണ് ഇതിൽ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടത്. ഹൗ ഡു വി പീരിയഡൈസ്? In 1817, James Mill, a Scottish economist and political philosopher, published a massive 3-volume work, A History of British India. A History of British India എന്ന പേരിൽ ജെയിംസ് മിൽ 1817 ഒരു പുസ്തകമിറക്കി. ഇയാൾ സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ തത്വചിന്തകനുമാണ്. ഈ 3 വോള്യമുള്ള ബുക്കിൽ അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ എങ്ങനെ മുറിച്ചു എന്ന് നോക്കാം. ഇദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് തിരിച്ചു. ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വൈ ഡു വി ട്രൈ ആൻഡ് ഡിവൈഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരിയഡ്സ്? വി ഡു സോ in an attempt to capture the characteristics of the time, its central features as they appear to us. ആ കാലഘട്ടത്തിൻ്റെ പ്രധാന മുഖമുദ്രകൾ നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ചരിത്രത്തെ ഇങ്ങനെ വർഗീകരിക്കുന്നത്. ഈ ജെയിംസ് മിൽ ഇങ്ങനെയാണ് വർഗീകരിച്ചത്. മിൽ തോട്ട് ദാറ്റ് ഓൾ ഏഷ്യൻ സൊസൈറ്റീസ് were at a lower level of civilization than Europe. യൂറോപ്പിനേക്കാൾ താഴ്ന്ന സിവിലൈസേഷനാണ് ഏഷ്യക്കാർ എന്നാണ് മില്ല് വിചാരിച്ചത്. According to his telling of history, before the British came to India, Hindu and Muslim disputes ruled the country. ഈ ഹിന്ദു മുസ്ലിം അനൈക്യവും ഹിന്ദു മുസ്ലിം അടിപിടിയുമാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് മില്ല് ഇന്ത്യയെ ഇങ്ങനെ ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് വിഭജിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യക്കാരിലേക്ക് ബ്രിട്ടീഷുകാർ കീഴടക്കാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും
അവരുടെ വരവാണ് ഇന്ത്യക്ക് സിവിലൈസേഷൻ നൽകിയത് എന്ന് മില്ല് പറയാണ്. ആ രൂപത്തിൽ മില്ല് ചരിത്രത്തെ മാറ്റുകയാണ്. ബ്രിട്ടീഷുകാരുടെ സഹായമില്ലാതെ പുരോഗതിപ്പെടാൻ കഴിയാത്തൊരു സമൂഹമാണ് ഇന്ത്യക്കാർ എന്നാണ് മില്ല് ഈ ചരിത്ര രചനയിലൂടെ സ്ഥാപിച്ചത്. In this idea of history, British rule represented all the forces of progress and civilization. എല്ലാ പുരോഗതിയുടെയും പ്രതിനിധികളാണ് ബ്രിട്ടീഷുകാർ എന്ന രൂപത്തിലാണ് ഈ സ്കോട്ടിഷ് ആളായ മില്ലിൻ്റെ വിഭജനത്തിലൂടെ ഉണ്ടായത്. ഇനി എനി കേസ് ക്യാൻ വി റെഫർ ടു എനി പീരീഡ് ഓഫ് ഹിസ്റ്ററി ആസ് ഹിന്ദു ഓർ മുസ്ലിം? ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ അങ്ങനെ തിരിക്കാൻ പറ്റുമോ? ഹിന്ദു മുസ്ലിം ഡിഡ് നോട്ട് എ വെറൈറ്റി ഓഫ് ഫൈറ്റ്സ് എക്സിസ്റ്റ് സൈമൾട്ടാനിയസ്ലി ഇൻ ദിസ് പീരിയഡ്സ്. ആ സമയത്തും പല പല മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹിന്ദു കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മുസ്ലിം കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഹിന്ദു മതങ്ങളും മറ്റു മതങ്ങളും ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? ഈ കാലഘട്ടത്തിൽ ഇവർക്കാണ് പ്രാധാന്യം എന്ന അർത്ഥത്തിലാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. മൂവിങ് അവേ ഫ്രം ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷൻ. ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഹിന്ദു മുസ്ലിം വിഭജനം മാറ്റിവെച്ചാൽ ഹിസ്റ്റോറിയൻസ് ഹാവ് യൂഷ്വലി ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ. 3 വിഭജനം. പിന്നെ വേറൊന്നുള്ളത് ആൻഷ്യൻ കാലഘട്ടം, മിഡീവൽ കാലഘട്ടം, മോഡേൺ കാലഘട്ടം. ദിസ് ഡിവിഷൻ ടു ഹാസ് ഇറ്റ്സ് പ്രോബ്ലംസ്. ഈ വിഭജനത്തിനും പ്രശ്നമുണ്ട്. ഇതിൽ മോഡേൺ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്ന് ഉഷാറാക്കി എന്നാണ് പറയുന്നത്. എന്നാൽ മിഡീവൽ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് പുരോഗതി, മറ്റു നാടുകളിൽ പുരോഗതി ഒക്കെ ഉണ്ടായിരുന്നു. സയൻസും യുക്തിയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഇതെല്ലാം കിട്ടിയത് എന്ന വ്യാജേനയാണ് ആൻഷ്യൻ്റ് മിഡീവൽ കഴിഞ്ഞ് മോഡേൺ കാലഘട്ടം എന്ന രൂപത്തിൽ പറയുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടത്തെ കുറേ ചരിത്രകാരന്മാർ കൊളോണിയൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് കൊളോണിയൽ? ഓരോ രാജ്യവും കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്ന ആ കാലഘട്ടത്തിനാണ് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് അവർ കയ്യേറിയത്? ടാക്സുകൾ ചുമത്തിയും ഭാരങ്ങൾ ജനതയെ വഹിപ്പിച്ചും എങ്ങനെയാണ് അവർ വന്നത്? ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ കൊളോണിയൽ കാലഘട്ടം എന്ന പേരിൽ ചരിത്രകാരന്മാർ അതിനെ തിരിക്കാൻ കാരണം. അവർ പാസ്റ്റ് എന്നാണ് നമ്മളെ പുസ്തകത്തിൻ്റെ പേര്. അവർ പാസ്റ്റ് എന്നല്ല. കാരണം ഓരോരുത്തർക്കും ഹിസ്റ്ററി വ്യത്യസ്തമായിരിക്കും, അതിൻ്റെ അനുഭവപ്പെട്ടത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ എങ്ങനെ നമുക്ക് ഹിസ്റ്ററിയെ മനസ്സിലാക്കാം? 250 വർഷത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയെ മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഭരണകൂടത്തിൻ്റെ റെക്കോർഡുകൾ പരിശോധിക്കണം. വൺ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഈസ് ദ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മെമ്മോ, തീരുമാനങ്ങൾ, കോടതിയിൽ നടന്ന കോടതിയുടെ ഇടപെടലുകൾ, ഇതെല്ലാം റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. The British also felt that all important documents and letters needed to be carefully preserved. അങ്ങനെ തഹസിൽദാരുടെ ഓഫീസിൽ, കളക്ട്രേറ്റിൽ, കമ്മീഷണറുടെ ഓഫീസിൽ, പ്രൊവിൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ, ലോ കോർട്ടിൽ ഒക്കെ ഇതിനുള്ള റൂമുകൾ സജ്ജമാക്കി അവിടെ റെക്കോർഡുകൾ ബ്രിട്ടീഷുകാർ സൂക്ഷിച്ചിട്ടുണ്ട്. ആ റെക്കോർഡുകളിൽ നിന്നാണ് നമ്മളിത് കണ്ടെത്തുന്നത്. ലെറ്റേഴ്സ് ആൻഡ് മെമ്മോസ് ദാറ്റ് മൂവ്ഡ് ഫ്രം വൺ ബ്രാഞ്ച് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ടു അനദർ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദ 19th century ക്യാൻ സ്റ്റിൽ ബി റീഡ് ഇൻ ദി രാജ്. എൻ്റെയൊക്കെ രേഖകൾ സൂക്ഷിക്കുന്ന ഗ്രന്ഥാലയങ്ങൾ ഒക്കെ ഉണ്ട്. അവിടെ പോയാൽ ഓരോ മന്ത്രാലയത്തിൽ നിന്നും കൊടുത്ത വിവരങ്ങൾ, മറ്റു വകുപ്പുകളിലേക്ക് കൈമാറിയ വിവരങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീട്ടിലുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കാലിഗ്രഫികളിലായിട്ടും ഒക്കെ മനോഹരമായിട്ട് എഴുതി വെച്ചതും ഒക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്ന 1920 അങ്ങനെ സൂക്ഷിക്കുന്ന രേഖകളുണ്ട്. അതുപോലെ സർവേസ്, ബ്രിട്ടീഷുകാർ നടത്തിയ സർവേസ് കൊളോണിയൽ ഭരണകാലത്ത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ, അതുകൊണ്ടും ചരിത്രബോധം ഉണ്ടാവാൻ സഹായിച്ചു. എഫക്റ്റീവ്ലി ഭരണം നടത്താൻ ഈ സർവേകൾ വേണമെന്നാണ് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചത്. രാജ്യത്തുള്ള സസ്യലതാദികൾ, രാജ്യത്തുള്ള മണ്ണ്, അതിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കാൻ ഈ സെൻസസുകളിലൂടെ സഹായകമായി, റെക്കോർഡുകളിലൂടെ സഹായമായി ജാതികളെപ്പറ്റി, മതങ്ങളെപ്പറ്റി,
മതവിഭാഗങ്ങളെപ്പറ്റി, മൃഗശാലകളെപ്പറ്റി ഒക്കെ. വാട്ട് ഒഫീഷ്യൽ ഡു നോട്ട് ടെൽ. ഇനി ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അത് നമ്മളോട് പറയാത്തത് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിന് പറയാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ചിന്തിക്കുന്നത് നമുക്ക് അറിയില്ല. അതായത് what they wished to preserve for prosperity. These records do not always help us understand what other people in the country felt, what lay behind there. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നാമ്പുറങ്ങളെപ്പറ്റി നമുക്കറിയാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ജനങ്ങളുടെ ഡയറികളിൽ നിന്ന്, ചരിത്ര സഞ്ചാരികളുടെ, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന എഴുത്തുകാരുടെ രേഖകളിൽ നിന്ന്, വലിയ വലിയ പേഴ്സണാലിറ്റികളുടെ ആത്മകഥകളിൽ നിന്ന്, ബുക്ക്ലെറ്റുകൾ വിശാലമായി വിട്ടിരുന്ന ബുക്ക്ലെറ്റുകളിൽ നിന്ന്, അങ്ങനെ പ്രിൻറ്റിങ് തുടങ്ങിയപ്പോൾ വന്ന ന്യൂസ് പേപ്പറുകളിൽ നിന്ന്, ജനങ്ങളുടെ ചർച്ചകളിൽ നിന്ന് ഒക്കെ, കവികളുടെ, നോവലിസ്റ്റുകളുടെ രചനകളിലുള്ള ഫീലിങ്സുകളിൽ നിന്ന്, അങ്ങനെയാണ് പിന്നെ അന്നത്തെ ജനങ്ങളുടെ ചിന്താഗതിയെ പറ്റി നമുക്ക് മനസ്സിലായത്. എഴുത്തുകാരായിട്ടുള്ള, സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ എഴുത്തിൽ നിന്ന് കർഷകരുടെയും മറ്റ് തൊഴിലാളികളുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. This can be done if we make a little bit of effort. When you read this book, you will see how this can be done. അപ്പോൾ അത്രയാണ് നമ്മളെ ഈ പാഠത്തിലുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.